തെരഞ്ഞെടുപ്പിന് ഇനി 1.5 വർഷം മാത്രമാണ് ബാക്കിയുള്ളത്. വലിയ ചർച്ചകളാണ് രാഷ്ട്രീയ കേരളത്തിൽ നടക്കുന്നത്. നേതൃമാറ്റങ്ങൾ നമ്മൾ കാണുന്നു. മുന്നണി പ്രവേശനത്തിനുള്ള ചർച്ചകളൊക്കെ തന്നെ സജീവമായി നടക്കുന്നു. പി.ജെ. ജോസഫിന്റെ മകൻ അപ്പു ജോൺ ജോസഫ് കേരള കോൺഗ്രസ് നേതൃനിരയിലേക്ക് എത്തുകയാണ്. അപ്പു ജോൺ ജോസഫ് കേരള കോൺഗ്രസ് ചീഫ് കോർഡിനേറ്ററാകും. പാർട്ടി ഉന്നതാധികാര സമിതിയിലാണ് തീരുമാനം. മക്കൾ രാഷ്ട്രീയത്തിന്റെ പാതയിലല്ല തന്റെ വരവെന്നാണ് അപ്പു ജോൺ ജോസഫ് പ്രതികരിച്ചത്. കെ.എം. മാണിയുടെ മരുമകൻ എം.പി. ജോസഫ് ഉൾപ്പെടെ 6 വൈസ് ചെയർമാൻമാരെയും സമിതി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ജോസ് കെ മാണിയുടെ UDF പ്രവേശന വാർത്ത ഇതിനിടെ പക്ഷേ പി.ജെ. ജോസഫ് നിഷേധിച്ചു. അത്തരം ചർച്ചകൾ UDF-ൽ നടന്നിട്ടില്ല എന്നുകൂടിയാണ് പി.ജെ. ജോസഫ് പറയുന്നത്. ലെബി സജീന്ദ്രനുണ്ട് വിശദാംശങ്ങളുമായി. ലെബി, കേരള കോൺഗ്രസ് എമ്മിന്റെ UDF പ്രവേശന ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ ജോസഫ് വിഭാഗത്തിൽ ഒരു നേതൃമാറ്റം ഉണ്ടാകുന്നത്. പി.ജെ. ജോസഫിന്റെ മകൻ സജീവമാകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പാർട്ടികൾ അരയും തലയും മുറുക്കി ഇറങ്ങുകയാണ്. പക്ഷേ ഇതൊരു മക്കൾ രാഷ്ട്രീയത്തിന്റെ പാതയിലല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ പോലും ആ രീതിയിൽ തന്നെയല്ലേ? വിനിത, അപ്പു ജോൺ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് നേതൃനിരയിലേക്ക് വന്നു എന്ന് പറയാൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞ കുറേ കാലമായി പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആവണം അദ്ദേഹം ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഹൈപ്പർ കമ്മിറ്റി കഴിഞ്ഞ ഉടൻ, സ്ഥാനമേറ്റ ഉടൻ അല്ലെങ്കിൽ ചുമതല അറിഞ്ഞ ഉടൻ പ്രതികരിച്ചത് താൻ മക്കൾ രാഷ്ട്രീയത്തിന്റെ പാതയിലല്ല എന്ന്. അതിന് കാരണം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമാണ്, അത് ഹൈപ്പവർ കമ്മിറ്റി അംഗമാണ് കഴിഞ്ഞ 3 വർഷമായി. അതുപോലെ തന്നെ IT വിഭാഗത്തിന്റെ ചുമതല അദ്ദേഹത്തിനുണ്ട്. ഒപ്പം ഇത്തരത്തിൽ കഴിഞ്ഞ 2021 ഇലക്ഷനൊക്കെ പി.ജെ. ജോസഫിന്റെ ഇലക്ഷന് വളരെ സജീവമായി രംഗത്തുണ്ടായിരുന്ന ആളാണ്, ഇതിലൊക്കെ നേതൃത്വം വഹിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം അപ്പുവിന് പുതിയതല്ല. ഈ പി.ജെ. ജോസഫ് ഗ്രൂപ്പിലുള്ളവർക്കും അപ്പു പുതിയ ആളുമല്ല. എങ്കിലും ഈ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്നു വന്നേക്കാം. പി.ജെ. ജോസഫിന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ അത്തരമൊരു നേതൃനിരയിലേക്ക് പെട്ടെന്ന് പി.ജെ. ജോസഫിന്റെ മകനെ തന്നെ ഉയർത്തിക്കൊണ്ട് വരുന്നതിൽ അത്തരമൊരു രാഷ്ട്രീയമുണ്ടോ എന്നുള്ള ആരോപണങ്ങളോ അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങളോ ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ടാകണം ഈ സ്ഥാനം അറിഞ്ഞ ഉടൻ തന്നെ, ചുമതല അറിഞ്ഞ ഉടൻ തന്നെ അബുവിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു പ്രതികരണം വന്നിരിക്കുന്നത്. ഏതായാലും വിനീത, ഇനി 2026 തെരഞ്ഞെടുപ്പിൽ തൊടുപുഴയിൽ നിന്ന് പി.ജെ. ജോസഫ് അല്ല മത്സരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അബു അവിടെ മത്സരിച്ചേക്കാം. അബു പറഞ്ഞൊരു കാര്യമുണ്ട്, തനിക്ക് അത്തരത്തിൽ മക്കൾ രാഷ്ട്രീയത്തിന്റെ പാതയിൽ വരണമായിരുന്നുവെങ്കിൽ നേരത്തെ ഒരു സീറ്റിൽ മത്സരിക്കാമായിരുന്നല്ലോ. പക്ഷെ തന്റെ പിതാവിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് താൻ സംഘടനാ രംഗത്ത് പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ചതിന് ശേഷം വന്നാൽ മതിയെന്നാണ്. കഴിഞ്ഞ ഈ കുറച്ചു കാലമായി താൻ സജീവമായി ഈ രംഗത്ത് നിന്ന് പ്രവർത്തിച്ച തന്റെ കഴിവ് തെളിയിച്ചതിന് ശേഷമാണ് ഈ പദവി ഏറ്റെടുക്കുന്നത് എന്നുള്ള പ്രതികരണമാണ് വന്നിരിക്കുന്നത്. ഏതായാലും പാർട്ടി ഒരു നിർണായകമായ തീരുമാനം തന്നെയാണ് ഈ ഘട്ടത്തിൽ എടുത്തിരിക്കുന്നത് എന്നത് വ്യക്തം തന്നെയാണ്. വിനീത, ശരി. ലെബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.